മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകന്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറയുന്നതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ എത്തിയ സമയത്ത് അവിടെ വെച്ച് നടത്തിയ ഒരു വാർത്താ സമ്മേളനവും അതിനകത്ത് പരാമർശിച്ച അമ്മമാർ പെൺമക്കൾക്ക് പാചക നൈപുണ്യം പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു വേർഡും അതിനെ എടുത്തു വെച്ച് വക്രീകരിച്ച് ഒടുവിൽ അത് സ്ത്രീവിരുദ്ധ പരാമർശമാക്കി മാറ്റിയതുമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതും പൊക്കിപ്പിടിച്ച് CPMന്റെ നേതൃത്വവും നേതൃത്വത്തിന്റെ ആൾക്കാരും ഒക്കെ ഒരു ആയുധമായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ കോമഡി ഷോ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. തൽക്കാലം മുഖ്യമന്ത്രി ഇതിനെതിരെ ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദമായി തന്നെ മാധ്യമപ്രവർത്തകരോട് മറുപടി പറയുന്നുണ്ട്. നമുക്ക് ആ മറുപടി ഒന്ന് കേട്ടു നോക്കാം. നിങ്ങളെല്ലാം വാർത്ത കൊടുത്തു, നിങ്ങൾ ആരെങ്കിലും അതിന്റെ വിഷ്വല് കണ്ടോ? ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാകും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അവരത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെന്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണ്. അറിയാലോ, നിങ്ങളുടെയൊക്കെ അമ്മമാര് പ്രത്യേകമായിട്ടുള്ള ഉണ്ടാക്കി. എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 27 വർഷമായിട്ടും എന്റെ നാവിലെ എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ടേസ്റ്റ് എന്റെ നാവിലുണ്ട്. മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകന്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്. മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണ്. ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും താഴോട്ട് പോരും. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ചു നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും. എന്നിട്ട് പറയാണ്, ഞാൻ സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റി 16-ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ CPMന്റെ ബുദ്ധിരാക്ഷസൻ എന്നറിയപ്പെടുന്ന P. രാജീവാണ്. ഇത് പറഞ്ഞ് അദ്ദേഹം ഡെയിലി വീണ്ടും ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇതിൽ പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇത് 10 പ്രാവശ്യത്തിൽ കൂടുതൽ കണ്ടതാണ്. ഇതിനകത്ത് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത് വീട്ടിലുള്ള മക്കൾക്കും പറഞ്ഞിട്ടുണ്ട്, കൂടാതെ വീട്ടിൽ വരുന്ന മരുമക്കൾക്കും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ വാക്കിനെ എടുത്ത് വക്രീകരിച്ച് അത് സ്ത്രീവിരുദ്ധമായിട്ട് സ്ത്രീകൾക്ക് മാത്രമായി പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇനിയും പുരുഷന്മാരെ പഠിപ്പിക്കണമെന്നാണ് പിന്നീട് P. രാജീവിന്റെ ഒരു അഭിമുഖത്തിൽ കണ്ടത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ഈ പ്രക്ഷോഭം നടത്താൻ പോകുന്ന CPMന്റെ DYFIയുടെയൊക്കെ പോസ്റ്ററുകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഈ ജനപ്രീതി കണ്ട് ഭ്രാന്തായി പോയിട്ട് വി.ഡി. സതീശന്റെ ഓരോ വാക്കുകളും ചകഞ്ഞെടുത്ത് അതിനകത്തെ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഈ മനോഭാവം പൊതുജനത്തിന് മനസ്സിലായി എന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു കോമഡി. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ പോസ്റ്ററും അതിന് താഴെ വരുന്ന പ്രതിപക്ഷത്തിനെ തെറിവിളിച്ചുകൊണ്ടും നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കമന്റുകളും. ഇത് സ്ഥിരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ പ്ലാൻ എങ്കിൽ വെറുതെ കോമഡി ഷോ മാതിരിയായി തീരുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.